ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷിംല ആൻസസ് വ്ലോഗ്. എന്തുണ്ടെല്ലാവരുടെയും വിശേഷങ്ങൾ? ഓണാഘോഷവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുവാണോ? അപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നേ. രാവിലെ തൊട്ട് എടുത്ത് തുടങ്ങിയേക്കുവാണ്. എവിടം വരെ എത്തും, എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും എന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ഇന്ന് അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസമാണ്. തിരക്കെന്ന് വെച്ചാൽ ഇവിടെ ജോലിക്ക് ആളുണ്ട് കേട്ടോ. മതിലിൻ്റെ പണി നടക്കുവാണ്. അപ്പോൾ അത് കെട്ടാൻ വേണ്ടിയിട്ട് ഇന്നലെ ആളുണ്ടായിരുന്നു. അതായത് ഓണം നബിദിനമൊക്കെ ആയിട്ട് അടുക്കളയ്ക്ക് കുറച്ചൊരു റെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഓണത്തിന് നമ്മൾ വീട്ടിൽ പോയി, പെരുന്നാളല്ല നബിദിനത്തിന് നമുക്ക് ഓൾറെഡി ഫുഡ് കിട്ടും. അപ്പോഴൊക്കെ എനിക്ക് അടുക്കളയിൽ ജോലി ഉണ്ടായിരുന്നില്ല, കുറച്ച് റെസ്റ്റ് ആയിരുന്നു. അതെല്ലാം കൂടി ചേർത്തിട്ട് ഇന്നലെ എനിക്ക് ആകെപ്പാട് വട്ട് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ല ജോലിക്കാരുണ്ടായിരുന്നു, 4-5 പേരുണ്ടായിരുന്നു. അപ്പം അവർക്ക് ഫുഡ് കൊടുക്കണം, ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കണമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കാപ്പി കൊടുക്കുന്ന കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ അവർ വന്നതിന് ശേഷമാണ് കാപ്പിയുടെ കാര്യമൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റേതായ സാധനങ്ങൾ, അപ്പോൾ തലേന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കുമല്ലോ. അപ്പോൾ അരി അരച്ച് വെക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യില്ലേ. ഇത് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്കായതുകൊണ്ട് ഞാൻ പിള്ളേരിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ച് പോവായിരുന്നു. ഓക്കെ ഉള്ളത് ആവട്ടെ എന്ന് വിചാരിച്ച് പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ കഥ പറഞ്ഞത്. അപ്പോൾ സാധനങ്ങളും ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങൾക്കും സമയത്ത് സാധനം കൊണ്ടുതരാമെന്നൊരു രീതി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കഴിക്കാനുള്ള ടൈം ആകുമ്പോഴായിരിക്കും വേവിക്കാനുള്ള സാധനം കൊണ്ടുവരാം. അപ്പോൾ ഇന്നലെയും സെയിം സിറ്റുവേഷനിൽ ആക്കി എന്നെ. അങ്ങനെ ആകെപ്പാട് തിരക്ക് പിടിച്ചുള്ളൊരു ഓട്ടമായിരുന്നു. ഇപ്പോൾ കാപ്പി ആയാലും ചോറായാലും ഒക്കെ ഞാൻ ആകെ ഒരു പിടിച്ചടിച്ചിട്ട് ചെയ്യാമെന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു കേട്ടോ. പിള്ളേരും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നിനും ഒരു ഹെൽപ്പിനുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് വെള്ളം കൊടുക്കാനാണെങ്കിലും എല്ലാത്തിനും ഞാൻ തന്നെ ഓടുകയെന്ന് പറയുമ്പോൾ എനിക്ക് വേവിക്കുക എന്ന് പറയുമ്പോൾ ഇത്തിരി പാടുള്ളൊരു കാര്യമാണ് കേട്ടോ. കുറച്ച് ടൈമും എടുക്കും. വേവിക്കുന്നത് ശരിയാവുമോ എന്നുള്ളൊരു ടെൻഷനും എനിക്കുണ്ടാവും. കുറച്ച് നമുക്കല്ലാണ്ട് പുറത്ത് വേവിച്ച് കൊടുക്കുമ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഓടിയെത്താത്തൊരു ഫീൽ വരും കേട്ടോ. അങ്ങനെ ആകെപ്പാടെ ഇന്നലെ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. ഇന്നും ഇപ്പോൾ ജോലിക്കാരുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു സമാധാനം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീഡിയോയും കൂടി എടുത്ത് പോകാമെന്ന്. നടക്കുമെന്ന് അറിയത്തില്ല. അപ്പം മതിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മതിൽ മൊത്തത്തിൽ കെട്ടുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. ഈ ഒരു രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ അവർ പോയിട്ട് ബാക്ക് സൈഡ് അത്രയും കെട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു കുഴി പോലെയാണേ. പിന്നെ ഇവിടെ ഇങ്ങനെ ഫ്രണ്ട് റോഡ് മിറ്റം ഏതാണെന്ന് അറിയാൻ വയ്യാണ്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇവിടെ ആകെപ്പാടെ അലങ്കോലമായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണേ. കാരണം സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടിട്ട്, ജോലിക്കുള്ള സാധനങ്ങൾ തന്നെ ഇറക്കിയിട്ടിട്ട്, കുറച്ച് മെറ്റിലും പിന്നെ ഇത് നമ്മളെ ബോക്സ് വയ്ക്കാൻ വേണ്ടി ഇടിച്ചിട്ടിരിക്കുന്ന സാധനങ്ങൾ അത് ചാക്കിലാക്കി വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് മണൽ അങ്ങനെയൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്, പാറ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുങ്ങണമെങ്കിൽ ഇവിടെ മതിൽ വരണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ ഇന്നും ജോലിക്കാർ ഇതുവരെ കണ്ടില്ല. 8 മണി ആവാറായിട്ടുണ്ട്. 8 മണി ആയി കേട്ടോ. ഞാൻ രാവിലെ അരിയൊക്കെ അടുപ്പിലിട്ടു. ദോശമാവുണ്ട്, ദോശയും സാമ്പാറും, ഇന്നലത്തെ ചിക്കൻ കറിയുണ്ട്. ഇന്നലെ ചിക്കൻ കറി വെക്കാമെന്ന് ഇന്നലെ മൊത്തത്തിലൊരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ബിരിയാണി റൈസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതും നമുക്ക് ചിക്കൻ വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ അതോടെ ആക്കിയിട്ട് ചിക്കൻ കറിയും ചോറും ആയിട്ട് കൊടുക്കാം, സാലഡും പപ്പടവും ഒക്കെ ആയിട്ട് കൊടുക്കാമെന്നായിരുന്നു എൻ്റെ ഒരു നിഗമനം. ബട്ട് അവരിൽ ബിരിയാണി കഴിക്കാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു, ചിക്കൻ കഴിക്കാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പം പിന്നീടാണ് സാധാ ചോറ് വയ്ക്കണം എന്നൊരിത് വന്നത്. അപ്പോൾ അതിനുള്ള കറി വേണം. അപ്പോൾ കിഴങ്ങും മീൻകറിയും ഒക്കെ ആക്കണമായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ടൈം പോയത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അരി അടുപ്പിട്ടിട്ടുണ്ട്. കിഴങ്ങ് ഇന്നലെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. രാവിലത്തേക്കാണെങ്കിലും ദോശയുടെ മാവ് ആക്കി വെച്ചു. സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. എളുപ്പ സാമ്പാറാണ് കേട്ടോ. അതായത് നമ്മുടെ ഉള്ളിയും തക്കാളിയും പിന്നെ പരിപ്പില്ലേ, ഡാല് പരിപ്പ്, ആ ഒരു സംഭവം ഇട്ടിട്ട് സാമ്പാർ പൊടി ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടേസ്റ്റുള്ളൊരു സാമ്പാർ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാ കഷ്ണങ്ങളും ഇട്ട് വെക്കുന്നതിനെക്കാട്ടിയും ഇങ്ങനെ വെക്കുന്ന കറി എനിക്കിഷ്ടം കേട്ടോ. സാമ്പാറിൻ്റെ പരിപ്പില്ലേ, അതായാലും അല്ലെങ്കിൽ ഡാലിൻ്റെ പരിപ്പ് ഏതായാലും മതി, ഇട്ടിട്ട്
ഒരു തട്ടിക്കൂട്ട് സാമ്പാർ എന്ന് പറയില്ലേ, ആ ഒരു സംഭവം. അതൊക്കെ ദോശയ്ക്ക് കഴിക്കാൻ നല്ലതാണ്. ഒത്തിരി കഷ്ണങ്ങൾ ഇല്ലാത്ത സാമ്പാർ എല്ലാവരും വെക്കുന്നതായിരിക്കും. പക്ഷെ ഞാൻ ഈ ഒരു ഇടയ്ക്കാണ് കേട്ടോ അത് ട്രൈ ചെയ്ത് തുടങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വ്ളോഗിൽ കണ്ടതാണ്. കല്യാണി, ഇറ്റ്സ് മീ കല്യാണിയോ, വ്ളോഗിൻ്റെ പേര് മറന്നുപോയി. കല്യാണി എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുടെ കേട്ടോ. അപ്പോൾ അതിൽ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു സാമ്പാർ വെക്കുന്നത്. അപ്പോൾ അന്ന് മുതലേ ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങിയതാണ് സാമ്പാർ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ചട്നിയും കൂടെ ആക്കാം. അവർ വരട്ടെ, വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ചിലപ്പോൾ അവർ കാപ്പി കുടിച്ചിട്ടായിരിക്കുമോ വരുന്നത്, കൊണ്ടുവരുമോയെന്നും അറിയത്തില്ല. അതുകൊണ്ട് വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പ്രിപ്പേർഡാണ്. ഇന്നലത്തെ പോലെ ആവില്ല, സമയത്ത് കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. എനിക്ക് നമ്മളെ വീട്ടിലല്ലാതെ പുറത്തുനിന്ന് ഒരാളും കൂടി വന്നാലും എനിക്കത് വേവിക്കുന്നതൊരു ടെൻഷനാട്ടോ. പക്ഷേ ഞാൻ ചെയ്താൽ ശരിയാവോ ഇല്ലേ എന്നുള്ളൊരു ടെൻഷൻ വരും കേട്ടോ. എനിക്ക് ടേസ്റ്റ് ഉണ്ടാവുമോ, അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ വരും. അപ്പോൾ മാക്സിമം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇക്കാലത്ത് പറയുന്നത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാവുന്നതാണ്. പക്ഷേ അത് കേൾക്കാറില്ല. ഉണ്ടാക്കിയാൽ മതി എന്ന് പറയും. അപ്പോൾ എനിക്കിങ്ങനെ കുളമായി. ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമല്ലോ. അത് തീരെ മോശം എന്ന് പറയിക്കരുതല്ലോ എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര മോശമായി പോവാറുമില്ല, എന്നാലും എനിക്കൊരു ടെൻഷൻ വരും. ഓക്കെ, ഇനി രാവിലെ ഗതാഗതം നിർത്തിയിട്ട് അടുക്കളയിലോട്ട് പോട്ടെ. തീ ഇപ്പം എൻ്റെ കൂടെ വന്നിട്ടുണ്ടാവും. അതൊന്ന് തീ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് സാമ്പാറിനുള്ളത് വെക്കാം. കാപ്പി വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ കൊടുക്കാം, ഇല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ എടുക്കാമല്ലോ. ഓക്കെ, പിള്ളേരില്ല കേട്ടോ ഇവിടെ, വീട്ടിൽ പോയിട്ട് വന്നിട്ടില്ല. ഇന്ന് ചിലപ്പോൾ വിളിച്ചുകൊണ്ട് വരുമായിരിക്കും. അവധിയല്ലേ, ഓണം വെക്കേഷനായിട്ട് വീട്ടിൽ പോകാൻ നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളൊരു സങ്കടത്തിൽ രണ്ടുപേരും കൂടെ പോയതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നല്ലെങ്കിൽ നാളെ രാവിലെയെങ്കിലും വിളിക്കണം. നാളെ റൈഹുവിന് പള്ളിയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട് നീങ്ങാം. അപ്പോൾ അതേ ഇവിടെ ഇങ്ങനെയൊക്കെ ആക്കി ഇട്ടേക്കുവാണ്. ഇത് കണക്ക് അപ്പുറത്ത് കുഴിച്ചിട്ടതാണ് കേട്ടോ. അതിൻ്റെതാണ് നമ്മൾ കുഴി ഫില്ല് ചെയ്തത്. ഓക്കെ, നമുക്ക് നേരെ വീട്ടിലോട്ട് കയറാം. വിചാരിച്ച പോലെ തന്നെ തീ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് എരിച്ചു കൊടുത്തിട്ട് നമുക്ക് സാമ്പാറിനുള്ള സംഭവങ്ങളൊക്കെ വെക്കാം കേട്ടോ. പരിപ്പ് ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്, ഡാല് പരിപ്പ്. കുറച്ച് പരിപ്പെടുത്ത് കഴുകിയിട്ടിട്ടുണ്ട്. ഈ ഒരു സംഭവം ഓറഞ്ച് കളറിൽ കിട്ടുന്ന സാധനമില്ലേ, അതാണ് കേട്ടോ എടുത്തേക്കുന്നത്. കുറച്ച് പരിപ്പും പിന്നെ നമ്മുടെ 2 തക്കാളി, 2 സവാള, 2 പച്ചമുളക്, അങ്ങനെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് സാമ്പാർ പൊടി ഇട്ട് ഉപ്പും ഇട്ടാണ് കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഇത് അടുപ്പിലോട്ട് വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇന്നലത്തെ കുറച്ച് കറി ബാക്കി ഉണ്ടായിരുന്നതാണ്. പിന്നെ മാവ് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, അതൊന്ന് എടുത്ത് പുറത്ത് വെച്ചു. മാവ് പുറത്തുനിന്ന്, അതായത് ഇന്നലെ രാത്രി കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്നെടുത്ത് പുറത്ത് കലക്കി വെച്ചിട്ടുണ്ട്, ഒരു തണുപ്പ് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്ന മീൻ കറിയും കൂടെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് വെച്ചപ്പോഴേക്കും ജോലിക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൂടെ ഞാൻ രാവിലെ കട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ നോക്കാം. സാമ്പാറിന് ഓൾറെഡി വെച്ചിട്ടുള്ളത് കൊണ്ട് അത് പെട്ടെന്നായി കിട്ടും. പിന്നെ ഇവർ ഇനി 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് കാപ്പിയൊക്കെ കുടിക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ സമയം 8:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് കൊടുത്തിട്ട് വന്നിട്ട് എനിക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ആദ്യം ഒന്ന് ദോശ കഴിക്കാം. എനിക്കുള്ളതും വാപ്പാക്കുള്ളതും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു കുറച്ച് കറി എടുത്തിട്ടുള്ളൂ, കാരണം എനിക്ക് വയറുവേദന വരും, അതുകൊണ്ടാണേ. പിന്നെ വാപ്പാക്കുള്ളതും എടുത്ത് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് സാമ്പാറൊന്ന് താളിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ തന്നെ നമ്മുടെ കപ്പ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു. ഇതേപോലെ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കും കേട്ടോ കുക്കറിൽ, ഞാൻ പൊങ്ങി ചൊരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും കാപ്പി കുടിക്കാനുള്ള ടൈമായി. അപ്പോൾ അവർക്കുള്ള ദോശ, സാമ്പാർ, പിന്നെ ചിക്കനും ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൊടുത്തു കേട്ടോ. എപ്പോഴും ഉള്ളതാണ്, ഒരു കറിവേപ്പില എടുത്തുകൊണ്ട് വെച്ചിട്ട് പെട്ടെന്നത് വാടിപ്പോവും. അപ്പം പിന്നെ ഇങ്ങനെ വരേണ്ടി വരും. വീട്ടിൽ നട്ടിരുന്നത് ശ്രദ്ധയില്ലാണ്ട് വാടിപ്പോയതാണ്. ജോലിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അതിൽ വെള്ളമൊഴുപ്പും, അതായത് സിമൻറ്റിൻ്റെ ഇതൊക്കെ വീണിട്ട് ചീത്തയായിപ്പോയി. അല്ലെങ്കിൽ എളുപ്പമുണ്ടായിരുന്നത്. ഇങ്ങ് കയറി വരണം, ഭയങ്കര വെയിൽ, അത്രയും ഡിസ്റ്റൻസിൽ നിന്ന് കയറി വരണം. ഒരു വെണ്ടത്തൈ മാത്രം അങ്ങനെ നിൽക്കുന്നുണ്ട്.
ഈ പെരയിടത്തിലൊക്കെ നിറയെ വെണ്ടയായിരുന്നു കേട്ടോ. ഇത് വാങ്ങിച്ച സമയത്ത് JCBക്ക് കളച്ചിട്ട് ഇഷ്ടം പോലെ സംഭവങ്ങൾ നട്ടിട്ടുണ്ടായിരുന്നു. പഴയ വീഡിയോയിലുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ നട്ടിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഈ വെണ്ട, പയർ, അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ശരിക്കും കിട്ടുമല്ലോ. എന്നൊക്കെ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. ഇടയ്ക്കിടയ്ക്കാണ് ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിറയെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ നോമ്പിന് ജ്യൂസ് അടിക്കാൻ വാങ്ങിച്ചതാണ് കേട്ടോ പുറത്തിച്ചക്ക. അതിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ നിറയെ ആയിട്ടുണ്ട്. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല നടുന്നത്, ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാം പിടിച്ച് നിന്ന് 2 പുറച്ചൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു. ഉള്ളതൊന്ന് കുറച്ചെടുത്തിട്ട് പോവാമല്ലേ. ഇതിൻ്റെ മണ്ട ഓടിക്കാം. ചില സമയത്ത് ഓടിച്ചാൽ കിട്ടൂല കേട്ടോ. ഓക്കെ, ഒരു പീസ് കിട്ടി. തൽക്കാലം അത് കൊണ്ടുപോകാം. ഇതിൻ്റെയൊക്കെ മണ്ട ഞാൻ ഓടിച്ച് നിർത്തിയേക്കും. ഈ പേരയൊക്കെ ഇവിടെ ഒരു പേര വയ്ക്കുന്നുണ്ടോ, നട്ടിട്ട് ഒരുപാട് നാളായി കേട്ടോ. എനിക്ക് തോന്നുന്നു വെയിലടിക്കാത്തതുകൊണ്ടാണോ എന്തോ ഒരുപാട് വളരാത്തത്. നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ. വെള്ള നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന വലിയ പേരയ്ക്കയില്ലേ, വെള്ള കളർ, അതിൻ്റെയാണ്. ഇവിടെ കുറച്ച് കറിവേപ്പ് നിൽക്കുന്നുണ്ട്. മൂട്ടുന്ന് 2-3 തണ്ടങ്ങ് എടുക്കാം. മതി, കൊണ്ടുവച്ചിരുന്നാലും പാഴിപ്പോവും. എനിക്കൊരു വെയിലാട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. ഇവിടെ ഇത്ര ഭാഗത്താണല്ലുണ്ട്. ഇവിടെ അപ്പുറത്ത് ഒരു കാട് കയറി കിടക്കുന്ന മാതിരി ഒരു പെരയിടമുണ്ട് കണ്ടോ. നിറയെ മരങ്ങളുണ്ട്, അതുകൊണ്ട് അവിടെ മാത്രം കുറച്ച് തണലുണ്ട്, ബാക്കിയൊക്കെ കണക്കാണ്. ഭയങ്കര വെയിലാണ്. ഒരു വാഴക്കുല വെട്ടാറായി നിൽക്കുന്നുണ്ട്. ഈ മാതള എന്നെ വീണ്ടും ചതിച്ചു. ഒരിക്കൽ കൂടിയും വന്നിട്ട് കൊഴിഞ്ഞുപോയി. ഇനി എന്നെ പിടിക്കുമോ എന്തോ. അപ്പോൾ പോവാം, ഒരുപാട് ജോലി കിടക്കുന്നു. ജോലിക്കാർ തകൃതിയായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, കാണാമോ. ഇതാണ് നമ്മുടെ റോഡ്. പ്രകൃതി രമണീയ കാട്. എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡിയായി കേട്ടോ. കറിവേപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. ആകെപ്പാടെ അങ്ങ് തിരക്കായി പോയി കേട്ടോ. മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി കുറച്ച് മീൻ കറി ഇരിക്കുന്നുണ്ടായിരുന്നു, അത് എടുത്തു. നമ്മുടെ തൈര് കാച്ചി, അതുപോലെ പയർ തോരനുണ്ടാക്കി. പിന്നെ ഇന്ന് കൊണ്ടുവന്ന മീൻ കറി വെച്ചു, കപ്പ കറി വെച്ചു, മീൻ പൊരിച്ചു. അങ്ങനെ ഇത്രയും സംഭവങ്ങൾ സെറ്റാക്കി. എന്നിട്ട് പിന്നെ ബാക്കി വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആകെപ്പാടെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. ഇത്രയായി കേട്ടോ മതിലിൻ്റെ പണി. ഇത് മതിലെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ആ ഒരു അടിസ്ഥാനം അത് മാത്രമാണ് കേട്ടോ ഇടുന്നത്. പിന്നെ 7:30 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളേ.